ഹായ് ഹലോ മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാനഡയിലെ ഒരു സ്ട്രോബെറി പാടത്തിലാണ്. പാടത്തിൽ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് പറിച്ചെടുക്കാം. കാനഡയിലെ സമ്മർ ടൈമിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഈ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ വർഷവും സ്ട്രോബെറി പിക്കിങ്ങിന് പോകാറുണ്ട്. ഈ വർഷത്തെ സ്ട്രോബെറി പിക്കിങ് ഞങ്ങൾക്കൊരു സ്പെഷ്യലാണ്. കാരണം അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയോടൊപ്പം സ്ട്രോബെറി പാടത്തിലോട്ട് പോവാണ്. ഈ ഒരു ഫാമിൽ ഒരുപാട് തരം കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി കൂടാതെ ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്, ചോള കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് ഈ കൃഷിയിടങ്ങളിൽ നേരിട്ട് പോയി ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. സ്ട്രോബെറി പാടമൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത്. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് തന്നെ പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള സ്ട്രോബെറീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ കാശൊക്കെ അടച്ചിട്ടാണ് സ്ട്രോബെറി പാടത്തിലോട്ട് വരുന്നത്. ഞങ്ങൾ 3 ബാസ്ക്കറ്റാണ് എടുത്തത്. അതിൽ ഞങ്ങൾക്ക് 2 ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ബാസ്ക്കറ്റിൽ നമ്മൾ സ്ട്രോബെറീസൊക്കെ ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് എക്സ്പെൻസീവാണ്. എന്നിരുന്നാലും നമുക്ക് നേരിട്ടൊരു പാടത്തിൽ പോയി നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറീസൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുക, ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറീസിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ തന്നെ പറിച്ചെടുക്കുന്ന സ്ട്രോബെറീസ് നമുക്ക് കഴിക്കാം. പിന്നെ ഇത്തിരി വില കൂടുതലായാലും സമ്മർ സീസൺ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക. പാടത്തിൽ പോയിട്ട് നേരിട്ട് ഫ്രഷ് വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും പറിച്ചെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ബാസ്ക്കറ്റിൽ നമുക്ക് ആവശ്യത്തിന് കുത്തി നിറച്ച് വേണമെങ്കിലും നമുക്ക് സ്ട്രോബെറീസ് എടുക്കാം. അപ്പോൾ ഞങ്ങളെടുത്ത ബാസ്ക്കറ്റിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വെക്കാതെ ഞങ്ങൾ ഒരുപാട് സ്ട്രോബെറീസ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊടുത്ത കാശ് എങ്ങനെയെങ്കിലും മുതലാക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഒരുപാട് സ്ട്രോബെറീസ് അവിടെ നിന്ന് തന്നെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വരുന്ന എല്ലാവരും സ്ട്രോബെറീസൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. ഈ ഒരു ഫാമിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്ട്രോബെറി പിക്കിങ്ങിന് പോകുന്നത്. സാധാരണ ഞങ്ങൾ ഈ ഫാമിലോട്ട് പോകുന്നത് ആപ്പിൾ പിക്കിങ്ങിനാണ്. സ്ട്രോബെറി പിക്കിങ്ങിന് ഞങ്ങൾ സാധാരണ പോകാറുള്ളത് വീടിനടുത്ത് വേറൊരു ഫാമുണ്ട്, അവിടെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ വർഷം ഈ ഒരു ഫാമിലാണ് സ്ട്രോബെറി പിക്കിങ് നേരത്തെ ഇവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഫാമിൽ കുറച്ചും കൂടി താമസിക്കുമെന്നാണ് അവരുടെ വിളിച്ച് ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾ ഈ ഒരു ഫാമിലോട്ട് നേരത്തെ എത്തിയത്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള സ്ട്രോബെറി പാടത്തിൽ അവിടെ അവർ കൃത്യമായിട്ട് നമുക്ക് ഇത്ര വരികളിൽ പോയാൽ നമുക്ക് സ്ട്രോബെറി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോരോ വരികൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടം പോലെ സ്ട്രോബെറീസൊക്കെ പറിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ഫാമിൽ നമ്മൾ അങ്ങനെ ഇവിടെ ആരും അങ്ങനെ നിയന്ത്രിക്കാനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവരും പറിച്ച് കഴിഞ്ഞതൊക്കെ ആയിരിക്കും നമ്മൾ വീണ്ടും പോയി തപ്പുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് തിരഞ്ഞു പിടിച്ച് കുറേ നേരം നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള സ്ട്രോബെറി പാടത്തിലോട്ട് ഈ വർഷവും പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ട്രോബെറിയും അവിടുത്തെ സ്ട്രോബെറിയും സെയിം ആണോ, ഒരേ ടേസ്റ്റ് ആണോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഫാമിലെ സ്ട്രോബെറി നല്ല ജ്യൂസി ആയിരുന്നു, നല്ല സ്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നോക്കണം. എന്നിട്ട് വേണം തീരുമാനിക്കാൻ അടുത്ത വർഷം ഈ സ്ട്രോബെറി പാടത്തിൽ പോകണോ അതോ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്ത് പോകണോ എന്ന്. അപ്പോൾ ഈ വർഷത്തെ സമ്മർ നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങോടുകൂടി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വെജിറ്റബിൾ പിക്കിങ്ങും ആപ്പിൾ പിക്കിങ് എല്ലാം പുറകെ വരുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്